പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണം ജില്ലാതല വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറി. സമിതിയിലെ 5-ൽ 3 പേർ ചികിത്സാ പിഴവ് ശരിവെച്ചെന്ന റിപ്പോർട്ടിലുണ്ട്. 2 പേർക്ക് വിയോജിപ്പുള്ളതിനാൽ റിപ്പോർട്ട് സംസ്ഥാനതല വിദഗ്ധ സമിതിക്ക് കൈമാറും. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകുന്നത്. മിഥുൻ, വിശദാംശങ്ങൾ പറയും. ഗൗതം, നമുക്കറിയാം പയ്യന്നൂരിൽ 1.5 വയസ്സുകാരൻ അനസ്തേഷ്യയ്ക്ക് പിന്നാലെ മരണപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടാണ് ജില്ലാതല വിദഗ്ധ സമിതി ഒരു അന്വേഷണം നടത്തിയത്. ആ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നത്. ഈ 5 പേരുള്ള വിദഗ്ധ സമിതിയിൽ 3 പേര് ചികിത്സാ പിഴവ് ശരിവെച്ചതായാണ് പുറത്തു വരുന്ന വിവരം. ഈ ബോർഡിലെ 2 പേര് വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. 2 പേർക്ക് വിയോജിപ്പുള്ളതിന്റെ പശ്ചാത്തലത്തിൽ റിപ്പോർട്ട് ഇപ്പോൾ ഇവർ തയ്യാറാക്കിയ റിപ്പോർട്ട് സംസ്ഥാനതല വിദഗ്ധ സമിതിക്ക് കൈമാറുമെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇക്കാര്യത്തിൽ എത്തുക. അതായത് ആശുപത്രിക്ക് വീഴ്ച പറ്റിയോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ആ സംസ്ഥാനതല വിദഗ്ധ സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും വരിക എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം ഇപ്പോഴും തുടരുന്നുണ്ട്. ഓക്കെ, മിഥുൻ പിള്ളയാണ് കണ്ണൂരിൽ നിന്നും ചേർന്നത്.